ഹായ് ഫ്രണ്ട്സ്, ഇപ്പോൾ ഇൻസ്റ്റയിലും യൂട്യൂബിലൊക്കെ ട്രെൻഡിങ്ങിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒന്ന് അഴകിലയില്ലേ, മറ്റൊന്ന് സ്കാലപ്പ് ഡിസൈനും അല്ലേ. അപ്പോൾ ആ സ്കാലപ്പ് ഡിസൈൻ നമുക്കൊന്ന് നോക്കിയാലോ. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ക്യാൻവാസ് പേപ്പറാണ് എടുത്തിട്ടുള്ളത്. ക്യാൻവാസ് പേപ്പർ 8.5 ഇഞ്ച് നീളവും 8.5 ഇഞ്ച് വീതിയുമുള്ള ഒരു ക്യാൻവാസ് ഷീറ്റ് എടുക്കുക. അതിനെ നടുക്കൂടെ ഫോൾഡ് ചെയ്യുക. ഞാൻ ഈ വീഡിയോ കാണിക്കുന്ന പോലെ ചെയ്താൽ മതി. നടുക്കൂടെ ഫോൾഡ് ചെയ്തിട്ട് 2.5 ഇഞ്ച് വിട്ട് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുക. 2.5 ഇഞ്ച് വിട്ട് ശേഷം 2.5 ഇഞ്ച് വിട്ടിൽ നമ്മൾ എത്രയാണോ ലെങ്ത്ത് നെക്കിന് ഉദ്ദേശിക്കുന്നത് ആ ലെങ്ത്തിൽ നമ്മൾ മാർക്ക് ചെയ്തെടുക്കുക. ഞാനിവിടെ 6.5 ഇഞ്ചാണ് ലെങ്ത്ത് എടുക്കുന്നത്. അതൊരു സ്കെയിൽ ഉപയോഗിച്ച് സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുക. അതൊരു ബോക്സ് പോലെ വരച്ചെടുക്കാവുന്നതാണ്. നമുക്ക് നോർമലി നമ്മൾ നെക്ക് ചെയ്തെടുക്കുന്ന സമയത്ത് ഒരു ബോക്സ് വരച്ചിട്ട് അതിലായിരിക്കും നമ്മൾ അടയാളം ചെയ്തെടുക്കുന്നത്. അതുപോലെ തന്നെ ഒരു ബോക്സ് പോലെ വരച്ചെടുക്കുക. 2.5 ഇഞ്ച് വിട്ടും 6.5 ഇഞ്ച് ലെങ്ത്തും വരുന്നൊരു ബോക്സ് പോലെ വരച്ചെടുക്കുക. അതിനുശേഷം ഒരു 1/2 ഇഞ്ച് ആ കോർണറിൽ നിന്ന് മേളിലോട്ട് നമുക്ക് ആ ഒരു ഷേപ്പ് വരച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഒരു യു ഷേപ്പിൽ അത് വരച്ചെടുക്കുക, ഒരു കർവ് പോലെ വരച്ചെടുക്കുക. ഇവിടെ ഫ്രഞ്ച് കർവ് ഉപയോഗിച്ച് വരച്ചെടുക്കാവുന്നതാണ്. ഞാൻ ഫ്രീ ഹാൻഡ് ആയിട്ടാണ് വരയ്ക്കുന്നത്. അങ്ങനെ വരച്ചെടുത്തതിന് ശേഷം നമ്മൾ 1/4 ഇഞ്ച്, ഞാനിവിടെ 1 ഇഞ്ച് അടുപ്പിച്ചാണ് കാണിക്കുന്നത്, അത് മാർക്ക് ചെയ്ത് കട്ട് ചെയ്യുമ്പോൾ 1/4 ഇഞ്ച് വരും. ഇവിടെ നമുക്ക് ആ നെക്കിൻ്റെ ഷേപ്പിൽ മാർക്ക് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്ക് ഇതുപോലൊരു ക്യാൻവാസ് ഷീറ്റ് എടുക്കാം. 1/4 ഇഞ്ച് വീതിയിലും 1.25 ഇഞ്ച് നീളത്തിലും നമുക്കത് കട്ട് ചെയ്തെടുക്കാം. അതിൽ സ്കാലപ്പ് ഡിസൈൻ വരച്ചെടുക്കുന്നതിനായിട്ട് ഞാനിവിടെ ചെറിയൊരു അടപ്പ് പോലത്തെ സാധനമാണ് ഉപയോഗിക്കുന്നത്. അതിൽ നമുക്ക് സ്കാലപ്പ് ഡിസൈൻ മാർക്ക് ചെയ്തെടുക്കാം. അത് മാർക്ക് ചെയ്ത് കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഈ ഒരു ഷേപ്പിലാണ് അത് കിട്ടുന്നത്. ഇത് നമ്മൾ നെക്കിൻ്റെ ആ വരച്ച ആ ഒരു ഏരിയയിൽ നമ്മൾ വെച്ച് കൊടുക്കും. ഇപ്പോൾ വീഡിയോയിൽ കാണിക്കുന്ന പോലെ വെച്ചതിന് ശേഷം നമുക്ക് ട്രേസ് ചെയ്ത് ഇങ്ങനെ വരച്ചു കൊടുക്കാം. ഓരോന്നും കൃത്യമായിട്ട് അടുപ്പിച്ച് വരുന്ന രീതിയിൽ നമ്മൾ ആ സ്കാലപ്പ് ഡിസൈൻ വെച്ചിട്ട് നമ്മളത് മാർക്ക് ചെയ്ത് കൊടുക്കുക. എല്ലാം കറക്റ്റായിട്ട് വരച്ചെടുത്തതിന് ശേഷം നമുക്ക് നീറ്റായിട്ട് അത് കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, നമ്മൾ കറക്റ്റ് ആ വരയിൽ കൂടെ തന്നെ കട്ട് ചെയ്തെടുക്കുക. ഇത് അപ്പോൾ നമുക്ക് കറക്റ്റ് ഷേപ്പിന് കിട്ടും. എല്ലാ സ്കാലപ്പും ഒരേ അളവിന് നമുക്ക് കിട്ടും. ഈ രീതിയിൽ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക. ഷേപ്പിന് ലെവലായിട്ട് പിടിച്ച് തന്നെ കട്ട് ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കുക. അങ്ങനെ സിമ്പിൾ ആൻഡ് നീറ്റായിട്ട് നമ്മുടെ സ്കാലപ്പ് ഡിസൈൻ നെക്കിൻ്റെ പാറ്റേൺ ഒക്കെ നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. എൻ്റെ സ്റ്റിച്ചിങ് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ മറക്കാതെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണാം. ഓക്കെ, ബൈ.